അപ്പോൾ ഈ ടോർച്ചിൻ്റെ വെട്ടമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ പറ്റും. പല മോഡ്സ് ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാകും. ഐബെലിൻ്റെ ടോർച്ചാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ടേ ഇത് മേടിക്കുന്നതുകൊണ്ട് ആർക്കൊക്കെ എങ്ങനെ ഉപകാരം ഉണ്ടെന്നുള്ള സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഇത് അടിച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടാനും കുറക്കാനും പറ്റും. കണ്ടോ, എൻ്റെ ലൈറ്റ് ഇങ്ങനെ ഡിം ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ 3 ഇതിലായിട്ട് ഡിം ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഫ്ലാഷ് അടിക്കാൻ പറ്റും. പിന്നെ ഒരു സ്ലോയിൽ ഇങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ, പിന്നെ ഓഫ്. പക്ഷെ എല്ലാം ഒറ്റ ബട്ടണിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ചാർജ് എന്തോരം ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ. ഓക്കെ, അവിടെ ഒരു എരണം കെട്ട പട്ടി കിടക്കുന്നുണ്ട്. മിക്കവാറും ഫെയിലാവും. നോക്കട്ടെ. കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ വലുതാക്കാൻ പറ്റും. ഇനിയും വലുതാക്കാം, പക്ഷെ നമ്മൾ ആവശ്യത്തിന് മാത്രം. ഇപ്പം മീനൊക്കെ നോക്കാൻ പോകുന്നവർക്കാണെങ്കിലേ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ആൾറെഡി മീൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അവനെ അവരെ ഓടിച്ചിട്ട് കിട്ടും. അപ്പോഴേ മീൻ പിടിക്കാൻ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലേ അതിന് ക്ലീൻ വാട്ടർ ആണെങ്കിൽ മാത്രമേ അകത്തോട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ അത്ര മോശമാണെന്ന് വെച്ചാൽ അത്ര മോശമൊന്നുമല്ല, കിട്ടും. കണ്ടോ, പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പാൻഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്മീഡിയറ്റ് എക്സ്പാൻഡ് ചെയ്യാം. എനിക്ക് ഡിഫറൻസ് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഒരു ഏരിയ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ടോർച്ച് ഇല്ലാതെ ഇതാണ് അവസ്ഥ. നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. പക്ഷെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കണ്ടോ പക്കയായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം എന്തെങ്കിലും സെർച്ചിനൊക്കെ നടക്കുന്നവർക്കാണ്, പോലീസുകാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടും. മീൻ നോക്കുന്നവർക്ക് ഉപകാരപ്പെടും കേട്ടോ. നല്ല ലോങ്ങിലൊക്കെ അടിക്കാനാണെന്നുണ്ടെങ്കിലും പറ്റും. അവിടെ വെച്ച് നിൽക്കുന്നു. കണ്ടോ, പെട്ടെന്ന് കൂടിയല്ലോ. കണ്ടോ, പിന്നെ അങ്ങോട്ടൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ വരെയൊക്കെ അടിക്കാം. അവിടെ ടവറൊക്കെ ഉണ്ട്, ടവർ വരെ അടിക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീൻ പോകുന്നുണ്ടോ. ഒരു കുഞ്ഞാപ്പിയാണ്, പക്ഷെ പോയിക്കൊണ്ടിരിക്കുക. അടുത്തത് വന്നു. ഇതൊക്കെ തീരെ പൊടിയാണ് കേട്ടോ. ആക്ച്വലി വീഡിയോയിൽ ഇങ്ങനെ എന്തോരം കാണാൻ പറ്റുന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇത് കലങ്ങി കിടക്കണോണ്ടേ ഒന്നും കാണാൻ പറ്റത്തില്ല. ഗൈസ്, ഇപ്പം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ വെട്ടാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അപ്പോൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം വീഡിയോ. കണ്ടോ, ഒരു പാലത്തെ കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്, പക്ഷെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഒരു മീൻ പോയി, അങ്ങനെ കിട്ടിയില്ല. ഞാൻ നടക്കുമ്പോഴും കലങ്ങിട്ട് ചേർത്തും പോകുന്നുണ്ട്. ഇത് ഓടിപ്പോണ്ട. പെട്ടെന്ന് നമുക്ക് വല്ലതും ഇവിടെ ഏരിയയിൽ വല്ലതും ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കിയിട്ടേ അങ്ങനെയാണെങ്കിൽ ഫോക്കസ്ഡ് ആക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും ഇല്ലാന്ന് സേഫ് ആക്കിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്താണ് പോയിന്റ് ചെയ്യേണ്ടത് അതിന് മാത്രം പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മീൻ നോക്കാനൊക്കെ രാത്രി പോകുന്നവർക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോർച്ചായിരിക്കും. കണ്ടോ, നല്ലൊരു ഏരിയയിൽ യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ മീൻ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ പറ്റിച്ചിരുമ്പോൾ പോകും. മാനത്തേണ്ണയൊക്കെ നിൽപ്പുണ്ട്. ഞാനിത് പിന്നെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കണോ വേണ്ടയോ എന്നുള്ള സംഭവം വരണ്ടേ. ഇത് കറക്റ്റ് ഇതിന് 1000 രൂപയായിരുന്നു. ഇതിന്റെ പേരെന്താന്നുള്ളത് ഞാൻ ഇട്ടേക്കാം. കറക്റ്റ് പേര് ഞാനത് 1000 രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു ടോർച്ച് നോക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത്രയുണ്ട് ഇതിന്റെ പർപ്പസ്. ഒരു മീനെ എടുത്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ മീൻ ഞാനിത് വരുമ്പോൾ തന്നെ ഓടിപ്പോകും. ശബ്ദമുള്ളതുണ്ട്, നല്ല സൗണ്ട് ആണല്ലോ. ഞങ്ങളുടെ വീട് ഫുള്ള് വെള്ളത്തിലായതുകൊണ്ട് മീൻ നോക്കാൻ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്, മുട്ടി നിൽക്കുക. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അടുത്തേലാവും. ഐബെലിന്റെ ടോർച്ചാണ്, ഐബെല്ലാണ് കമ്പനി. ഐബെലിന്റെ ടോർച്ച് ഞാൻ രണ്ടാമത്തെ ടോർച്ചാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തതും പക്ഷെ ഇതേപോലെ തന്നെയാണ്, പക്ഷെ അത് ഇങ്ങനെ പോയി തന്നെ കംപ്ലൈന്റ് ആയി. കുറെ നാൾ ഉപയോഗിച്ചായിരുന്നു. വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. സീ പോർട്ടാണ് ചാർജർ. അതുകൊണ്ട് നമുക്ക് ചാർജിങ് ഒക്കെ എളുപ്പമായിരിക്കും. എല്ലാവരും ഇപ്പോൾ സീപോർട്ട് ആയതുകൊണ്ട്. പിന്നെ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അത് ലോങ് ബാറ്ററി ലൈഫ് ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അത് കിട്ടൂല, പക്ഷെ അത്യാവശ്യം കിട്ടും. ഞാൻ ഒരു 3 മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് അല്ലാതെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കണം, നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ഒരു ദിവസം തെളിച്ച് വെച്ചിട്ട് ഞാൻ നിങ്ങൾ പറയാം. ഞങ്ങൾ കറണ്ട് പോയപ്പോഴേക്കാൾ അരമണിക്കൂർ കണ്ടിന്യൂസ് ഒക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ ഇത്രയും പവർ ഒരുമിച്ച് എടുക്കുന്നതല്ല, ഹീറ്റ് ആവുന്നുണ്ട്. നോർമലി ഹീറ്റ് ആകും. അപ്പം അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഹീറ്റ് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസുകാർക്ക് ഞാൻ പറഞ്ഞില്ല, പോലീസുകാർക്ക് ഇത് മെയിനായിട്ട് നല്ല യൂസ് വരും. ഇവിടെ ഒരു മീൻ പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഞാൻ ഫോണിലേക്കല്ല നോക്കുന്നത്, പുറത്തേക്ക്, അതുകൊണ്ടാണ് കാണാത്തത്. പക്ഷേ ഇപ്പം കിട്ടുന്നുണ്ട് അതേപോലെ. എനിക്ക് ഒരു 300 മീറ്റർ അപ്പുറമായിരിക്കണവരെ എന്താണെന്നുള്ളത് അടിച്ച് നോക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അടുത്ത എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെന്നെങ്കിൽ അടുത്ത എന്തെങ്കിലും വീഡിയോ ഇട്ട് വരാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് എപ്പോഴും കണ്ടിന്യൂസ് വീഡിയോ ഇടണമെന്ന്. പക്ഷെ അങ്ങനെ പറ്റാറില്ല. ഇത്തവണ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പ്ലാൻ ഉണ്ട്. കാണുന്നവർ സപ്പോർട്ട് ചെയ്യാം. ഞാനപ്പോൾ ഒരുപാട് നാൾക്ക് മുമ്പ് ഇതൊക്കെ തുടങ്ങിയത്, പക്ഷേ കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ട് എങ്ങും ക്ലച്ച് പിടിച്ചിട്ടില്ല. സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് വരുന്നതായിരിക്കും. നമുക്ക് തന്നെ കാറ്റഗറി ഒന്നും ഇല്ല, കൂടുതലും മീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും എല്ലാം നാം ചെയ്യാൻ മാക്സിമം ശ്രമിക്കും.